ചായ വെക്കേ? ഇതിപ്പോ ഇവര് എത്രാമത്തെ ചായ വെക്കലാ? മതി മതി, എവിടേക്ക് ഓടിയിരുന്നത്? ഈ മുതലാളി കടയിൽ പോയിട്ട് ചെറിയ വിളിച്ച് കാട്ടിയാ കിട്ടുമൊന്നുമില്ല. ഒരു പാകത്തിനൊക്കെ ഇട്. എനിക്ക് ചായയിൽ ഇത്തിരി നല്ലോണം മധുരം വേണം. ഇതൊരു നടക്ക് പോവില്ല. നിനക്കിപ്പോ എന്താ വേണ്ട ആരിഫ? ഇനി ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്ക് എന്താ വേണ്ടുന്നോ? നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം. പറ്റുമോ? ഞാൻ എന്തിനാ ഇവിടുന്ന് പോണ്? ഇത് എന്റെയും കൂടി വീടാ. നിങ്ങളുടെയും കൂടി വീടാ? ഇതേ എന്റെ കെട്ടിയോനിക്കുള്ള വീടാ. നിങ്ങളുടെ ആങ്ങളക്ക് നിങ്ങക്ക് തരാനുള്ളതൊക്കെ നല്ലോണം തന്നിട്ട് തന്നെയാ നിങ്ങൾ ഇവിടുന്ന് കെട്ടിച്ചു വിട്ടത്. നിങ്ങളുടെ വായി നാക്കും രൂപൂലായിട്ട് അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? അതിന് ഇവിടെ വന്ന് കെട്ടിക്കിടക്കേണ്ടത്? നല്ല കോല. എന്താ ഇവിടെ രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും കൂടി? എന്താ മിശ്രി, നിനക്കെങ്കിലും ഒന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മ. ഈ ആരിഫാണ് എന്നെ വെറുതെ ചൊറിയുന്നത്. എന്നെ നോക്കൊന്നും വേണ്ട, ഞാൻ ചൊറിയും. വേണ്ടത്ര സ്വത്തും മുതലൊക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടിട്ട് ഇവിടെ വന്നിങ്ങനെ കെട്ടി കടക്കണില്ലേ മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ചൊറിയും. നിങ്ങൾ എന്തിനാ കരയണ്? ഞാൻ എങ്ങനെയൊരു മകനെ കരയാണ്ടിരിക്കുക? ഇങ്ങനൊരു വിധിയാണല്ലോ പഠിച്ചവൻ എന്റെ മകൾക്ക് തന്നത്. കെട്ടിയവന്റെ വീട്ടുകാരുടെ ദ്രോഹം സഹിക്കാൻ വയ്യാണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കുമ്പോ നിനക്ക് ഇവിടെ സമാധാനവും ഇല്ല. ഞാൻ എന്താ ചെയ്യാ എന്റെ റബ്ബ്? എന്റെ മകൾക്ക് ഇപ്പൊ ആരും ഇല്ലാണ്ടായില്ല റബ്ബ്. നിങ്ങൾ ഇത്തിരി മിണ്ടാണ്ടിരുന്നമ്മ. വെറുതെ പിച്ചും പേയും പറഞ്ഞ് കരയാണ്ട്. ആരും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തന്റെ ഇടക്ക് നല്ലോണം ഉണ്ട്. ഇനി എന്തായാലും ഞാൻ ആ വീട്ടിക്ക് പോവില്ല. അത് ഉറപ്പിച്ചെന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും. ഇനി എത്രയും പെട്ടെന്ന് ആ ഡിവോഴ്സ് ഒന്ന് ശരിയാക്കണം. എന്നിട്ട് വേണം എനിക്ക് എന്റെ ജീവിതം ഒന്ന് തുടങ്ങാൻ വേണ്ടിട്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ഒരാൺ തോണി ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ പെണ്ണി ഈ കാലത്ത് ജീവിക്കണത്? എന്തായാലും ഡിവോഴ്സ് നടക്കട്ടെ. പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. വേണ്ടമ്മ, എനിക്കൊന്നും വേണ്ട. എന്തിനാ വെറുതെ നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രശ്നത്തിന് നിൽക്കുന്നത്? ആരിഫാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അതിന് എനിക്കെന്താ? എന്റെ പേരിലുള്ള സ്വത്ത് മുതലും അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അതിനിപ്പോ അവൾക്ക് എന്താ കൂട്ടിയ കൂടുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ആന്നും ഇത് അവരെപ്പോഴും വഴക്കുണ്ടാക്കിട്ട് വരുന്ന പോലെ അല്ല. ഇനി അവർ അവിടേക്ക് പോകണില്ലാന്നാ പറയുന്നത് കേട്ടത്. ബന്ധം ഒഴിവാക്കാനാ തോന്നുന്നു അവരുടെ തീരുമാനം. അവര് ബന്ധം ഒഴിവാക്കാണ്ടിരിക്കുക എന്താച്ചാ ചെയ്യട്ടെ. പക്ഷെ ഇപ്പൊ ഇത് നടക്കൊരു പണിയാവില്ലെന്നാ ഞാൻ നോക്കണത്. അതന്നെ ഇപ്പൊ ഞാനും നോക്കണതേ. ഞാൻ മാത്രമാണെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കി എന്റെ പണികളും ചെയ്ത് ഒരു ഭാഗത്ത് മുണ്ടാണ്ടിരിക്കുക. ഇതിപ്പോ അവരുള്ള കാരണേ എനിക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്ന്. അത് മാത്രമാണ്. അപ്പൊ ചെലവോ? ഒരാളുടെ കൂടെ ചെലവ് കൂടിയില്ലേ? ഇതൊക്കെ നിന്റെ കെട്ടിയോന്റെ തലയിൽ തന്നെയല്ലേ? നീയും വിട്ടു കൊടുക്കണ്ടേ? എങ്ങനെയെങ്കിലും അവളവിടെ നാട്ടിൽ പുറത്താക്കിക്കോ. വിട്ട് മനസ്സ് മുട്ടിച്ചോ. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ പേര് പറഞ്ഞിട്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവിടേക്ക് തന്നെ ഉന്തിത്തള്ളി വിട്ടാക്കായിരുന്നു. അപ്പൊ അതിനും പറ്റില്ല. എന്നിട്ട് എവിടെ അവള്? ഇവിടെ ഇല്ല. ഉമ്മയും മകളും കൂടി മകളുടെ ഡിവോഴ്സിന്റെ പേപ്പർ എന്തൊക്കെയാ ശരിയാക്കാനാ പറഞ്ഞിട്ട് ഇവിടുന്ന് രണ്ടും കൂടി പോയിട്ടുണ്ട്. തള്ളക്ക് ഇപ്പൊ മകളുടെ രണ്ടാം കെട്ട് കെട്ടിക്കാനേ ധൃതിയായിട്ട് ഇരിക്കുക. ഇനിയിപ്പോ അതും കൂടെ വേണ്ടല്ലോ. രണ്ടാം കെട്ടിനൊക്കെ എത്ര ചെലവാകും പറഞ്ഞിട്ടാണ്. ആ പെണ്ണിന്റെ ആദ്യത്തെ കെട്ടി തന്നെ വേണ്ടതിൽ അധികം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എത്ര കൊടുത്തിട്ടും കാര്യമൊന്നുമില്ലാന്ന്. ആ പെണ്ണ് പിന്നെ ഇവിടെ തന്നെ വന്നിരിക്കും. പെണ്ണുങ്ങളുടെ വായിനാക്കും രൂപം വേണം. അല്ല ഇനിയിപ്പോ കെട്ടണതും കെട്ടാണ്ടിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം. ഇനിയിപ്പോ രണ്ടാം കെട്ടാണെങ്കിൽ ശരി, മൂന്നാം കെട്ടാണെങ്കിൽ ശരി, അവിടുന്ന് ഒരു കടുക് മണി പോലും നീ കൊടുക്കാൻ സമ്മതിക്കരുത്. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. മരുമനെ നല്ലോണം സോപ്പിട്ട് ഒരു തഞ്ചത്തിലൊക്കെ നിർത്തിക്കോ. ആ ശരി എന്നാ. വാപ്പ ചോറിങ്ങാൻ വന്നിരിക്കണു. വാപ്പക്ക് ചോറ് കൊടുക്കട്ടെ. ആ ശരി. എന്തിനെന്നെ വിളിച്ച്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആരിഫ. ഈ നിക്കണ പെണ്ണേ അവള് നിന്റെ കെട്ടിയവന്റെ പെങ്ങളാണ്, നിന്റെ നാത്തോൻ. ആ ബോധമൊക്കെ നിനക്കുണ്ടല്ലോ. അവളുടെ ഇപ്പത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. ആ ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാകും. അത് കഴിഞ്ഞാലും എന്റെ മകൾക്ക് ജീവിക്കണ്ടേ. അവളാണെങ്കിൽ ചെറുപ്പമല്ലേ. അതുകൊണ്ട് അവൾക്ക് ചേർന്നൊരു ബന്ധം വന്നാൽ അവളുടെ രണ്ടാം കല്യാണം ഞാൻ നടത്തണമെന്നാ വിചാരിക്കുന്നു. അതിനിപ്പോ എന്താ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നു? വേറൊന്നല്ല. ഇതിന് നീ എതിരൊന്നും നിൽക്കണ്ട. നമ്മുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. അതിന്നൊരു 10 സെന്റ് ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കാന്നാ തീരുമാനിച്ചാക്കണ്.
ഓ, അപ്പൊ തീരുമാനമൊക്കെ കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ഒല്ലത്തും 10 സെന്റ്. നിങ്ങൾ ഇവരുടെ ആദ്യത്തെ കല്യാണത്തിന് എത്ര പവനാ കൊടുത്തത്? 50 പവൻ. ഉള്ളത് മൊത്തം മകൾക്ക് കെട്ടിയുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതിന്റെ കാലിൽ ഒരു ഭാഗം പോലും ഇല്ല. എല്ലാം വിറ്റ് തൊലച്ചു നിങ്ങളുടെ മകളും മരുമാനും കൂടിയിട്ട്. എന്നിട്ട് ഒരു 10 സെന്റ് കൂടി കൊടുക്കാനേ. അതിന് ഞാനും എന്റെ കുട്ടിയും ചാവണം. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. തൽക്കാലം എനിക്കിതിന് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല. എന്റെ മുതല് അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അതിന് നീ തലയിടാൻ വരണ്ട. ഞാൻ പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിക്കൊന്ന് പറഞ്ഞെന്നുള്ളൂ. തലയിടാൻ വരും. നിങ്ങൾക്കൊരു മകള് മാത്രല്ലല്ലോ, ഒരു മകനും കൂടി ഇല്ലേ? ആ മകൻ താലി കെട്ടിയ പെണ്ണാ ഞാന്. അപ്പൊ ഞാൻ തലയിടും. ആരിഫ, നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതേ വെറുതെ വഴക്കുണ്ടാക്കാനല്ല. നീ അവളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. നിന്നെപ്പോലെ ഒരു പെണ്ണഞ്ഞല്ലേ അവളും. എനിക്ക് ഒരാളുടെ അവസ്ഥയും മനസ്സിലാക്കണ്ട. ഇവിടുന്ന് ഇനി ഒരു കടുക് മണി പോലും ഒരാൾക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലടി ജമീല, ഇനിയിപ്പൊ കുട്ടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ താത്ത. നീ കാര്യമായിട്ടൊന്ന് തപ്പ് കിട്ടാ. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെയാണ് വിശ്വാസം. ഇല്ല, കേസ് നടന്നുകൊണ്ടിരിക്കുക. എന്റെ പേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ അവൾക്ക് അത് വേണ്ട പറഞ്ഞ നമ്മൾ എന്താ ചെയ്യ എന്റെ ജമീല? എന്താ ചെയ്യ, അവളുടെ വിധി അല്ലേ. അവൻ ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നല്ലൊരു ചക്കനായിരുന്നല്ലോ. ആ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്ത് നല്ല സ്വഭാവം. എന്ത് സ്വഭാവം ഒക്കെ കണക്കെന്നെ ജമീല. അവനതിന് കുടിക്കുത്രേ, മൂക്കറ്റം കുടിക്കുത്രേ. ഇത് വല്ലതിപ്പോ നമുക്കറിയോ? ആ ബ്രോക്കർ ചയച്ചതാണ്. അവന്റെ മകള് ദിവസം മൂക്കറ്റം കുടിച്ചും കൊണ്ട് വന്നിട്ട് എന്റെ മകളിന് അവന് പാവം എന്റെ ജമീല. അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. വിഷമിക്കണ്ടെന്നും അവളുടെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവൾക്ക് പറ്റിയൊരു നല്ലൊരു കല്യാണാലോചന ഞാൻ കൊണ്ടുവന്ന് തരാം. ശരി. എവിടെ നിന്റെ അമ്മായിമ്മ? അവർക്ക് 4 വാക്ക് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആരുടെ ഒന്ന് ചോദിക്കാണ്ടും പറയാണ്ടും സ്വന്തം ഇഷ്ടത്തിന് അങ്ങോട്ട് ഓരോന്ന് തീരുമാനിക്കുക അവര്. ഓ, വരും. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? ഉള്ള സ്വത്ത് മുതലൊക്കെ നിങ്ങളുടെ മകൾക്ക് മാത്രം അങ്ങോട്ട് തള്ളിയാലേ പിന്നെ നിങ്ങളുടെ മകൻക്കും മരുമകൾക്ക് എന്താ ഉള്ളത്? 50 പവനും 5 ലക്ഷം ഉറുപ്പിയാണ് നിങ്ങൾ നിങ്ങളുടെ മകളുടെ ആദ്യത്തെ കെട്ടിട്ട് കൊടുത്തത് അല്ലേ? എന്നിട്ട് ഇപ്പൊ അതൊക്കെ എവിടെ? എന്നിട്ട് ഇനി ആകെയുള്ള കുറച്ച് സ്ഥലം കൂടി മകളുടെ പേരിൽ അങ്ങോട്ട് ആക്കി കൊടുക്കുക. എന്നാ പിന്നെ മെല്ലെ മെല്ലെ ഈ വീടും മകളുടെ പേരിൽ ആക്കാലോ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് മനസാക്ഷി പറയണ വല്ല സാധനം ഉണ്ടോ? നിങ്ങളുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ എന്റെ മകൾക്കും. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. എന്റെ മകളുടെ സ്ഥാനത്ത് നിങ്ങളുടെ മകളാണ് ഞാൻ. അത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. പറ്റുമോ നിങ്ങക്ക്? പിന്നെ കുടിക്കണ കഞ്ഞിക്ക് സമാധാനം ഉണ്ടാവുമെന്ന് നിങ്ങക്ക്? അതിന് എങ്ങനെയെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുള്ളൂ? അത്രേ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. അതിന് പെറ്റത് ഞാനല്ലേ. അപ്പൊ അതിന്റെ വിഷമം കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടണ്ടേ. അവളിന് ഇവിടെ തന്നെ ഇരുത്തിയ അതൊരിക്കലും ശരിയാവില്ല. ഇപ്പൊ കുറച്ചു ദിവസം ഇരുന്നപ്പോ തന്നെ നിങ്ങളുടെ മകളുടെ മുഖം മാറി, സ്വഭാവം മാറി. ഇനിയിപ്പൊ എന്റെ കാലം കൂടി കഴിഞ്ഞാൽ അവള് ഇവർക്കൊക്കെ ഒരു ബാധ്യതയായിരിക്കും. അതുകൊണ്ട് നല്ല വല്ല ആലോചനയും വന്ന അതിന്റെ കല്യാണം നടത്തുകയല്ലേ നല്ലത്. ആ സമയത്ത് അതിന് ഒന്നുമില്ലാണ്ട് കൈയും വീശി ഇറക്കി വിടാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ചെക്കനിക്ക് 10-35 വയസ്സുണ്ട്. നോക്കുമ്പോ ചെക്കന്റെ ആദ്യത്തെ കെട്ടാ. പിന്നെ ഇവൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഇവളുടെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടാക്കണു. 2ാം ഘട്ടമാണെങ്കിലും അതിന് ഒന്നുമില്ലാണ്ട് കൈയും വീശി ഇറക്കി വിടാൻ നമുക്ക് പറ്റുമോ? നിങ്ങളും ഒരു ഉമ്മയല്ലേ. പെറ്റ തള്ളന്റെ മനസ്സ് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെ ഓടി വന്നത് നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ. ഞാനും ഇതൊക്കെ ചെയ്യണത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ എന്റെ മകനിക്കും മരുമകൾക്കും അവർക്കും ഞാൻ വേണ്ടത് കൊടുക്കുന്നുണ്ട്. ഈ വീടും 15 സെന്റ് സ്ഥലവും പിന്നെ എനിക്ക് കുറച്ച് കൃഷിയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ ഇവർക്കുള്ളത് തന്നെ. എനിക്ക് അങ്ങനെ പക്ഷാഭേദമൊന്നുമില്ല. എനിക്കുള്ളതൊക്കെ എന്റെ മക്കൾക്ക് ഉള്ളത് തന്നെ. നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കും. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. പെണ്ണ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ഓടിപ്പടഞ്ഞുകൊണ്ട് വന്നു. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലായി. ആരിഫ, ഇനി നീ ഒന്നിനെതിരെ പറയണ്ട ഉണ്ണി. നമ്മ പോട്ടെ. ശരി എന്നാ.